കാസർഗോഡ് പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ട്വിസ്റ്റ്. വാദികളും പ്രതികളും ഉൾപ്പെടെ 8 പേർ അറസ്റ്റിലായി. മുൻ വൈരാഗ്യത്തെ തുടർന്നാണ് തട്ടിക്കൊണ്ടുപോകലെന്ന് പോലീസ് പറയുന്നു. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഈ കേസ് വീണ്ടും ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പോവുകയാണ്. ഹനീഫെ തട്ടിക്കൊണ്ടുപോയ കേസ് തന്നെയല്ലേ? എന്താണ് വിശദാംശങ്ങൾ? പ്രജിനി, കേസിൽ ശരിക്കും മലയാളികളാണ് പ്രധാന പ്രതികളായി വരുന്നതെന്നാണ് ഇപ്പോൾ വരുന്ന ട്വിസ്റ്റ്. 8 പേരെയാണ് പ്രധാനമായും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ് സ്വദേശികളായ സിദ്ധാന ഓംകാർ, മാരുതി പ്രസാദ് റെഡ്ഡി, ശ്രീനാഥ് എ, പൃഥ്വിരാജ് റെഡ്ഡി എന്നിവരാണ് ആന്ധ്ര സ്വദേശികൾ. മലയാളികളായ മേൽപ്പറമ്പ് സ്വദേശി മുഹമ്മദ് ഹനീഫ, പാലക്കുന്ന് സ്വദേശി ഷെരീഫ്, ബേവിഞ്ച സ്വദേശി നൂറുദ്ദീൻ, ബണ്ടിച്ചാൽ സ്വദേശി വിജയൻ എന്നിവരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിന് ആധാരമെന്ന് പറയുന്നത് ഈ നിരോധിത നോട്ട് വെളുപ്പിക്കുന്ന സംഘത്തെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അത് ആന്ധ്ര സ്വദേശികളാണ്. ഈ ആന്ധ്ര സ്വദേശികൾക്ക് 2000-ന്റെ നോട്ട് നൽകാമെന്ന് പറഞ്ഞ ഈ ഷെരീഫും അതുപോലെ തന്നെ ഹനീഫയുടെയും ടീം അവർ കാസർഗോട്ടേക്ക് ഈ സംഘത്തെ വിളിച്ചു വരുത്തുകയായിരുന്നു. അങ്ങനെ ഓംകാറിനെ ഇവിടെ തടഞ്ഞു വെച്ച് 7.5 ലക്ഷം രൂപ തട്ടിയെടുത്തു. ഈ 7.5 ലക്ഷം രൂപ ആന്ധ്ര സ്വദേശികളിൽ നിന്ന് തട്ടിയെടുത്ത തുക തിരിച്ചു വാങ്ങാനാണ് ഇവർ ഹനീഫയെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ളതാണ്. ഇന്നലെ കർണാടക ആന്ധ്രാപ്രദേശ് ബോർഡറിൽ വെച്ചാണ് ഈ പ്രതികളെ പോലീസ് പിടികൂടുന്നത്. അതിനുശേഷം ഈ പ്രതികളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്നത്. ആന്ധ്ര സ്വദേശികളെ ആദ്യം മലയാളികൾ പറ്റിച്ച് അവരിൽ നിന്ന് 7.5 ലക്ഷം രൂപ അടിച്ചുമാറ്റി. അതിനുശേഷം ഈ പണം തിരികെ ലഭിക്കുന്നതിനാണ് ഹനീഫയെ ഇന്നലെ 12 മണിയോടുകൂടി കാസർഗോഡ് നഗരത്തിൽ നിന്ന് ഈ ആന്ധ്ര സ്വദേശികൾ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വന്നിട്ടുണ്ട്. ഈ 4 പ്രതികൾ, ആന്ധ്ര സ്വദേശികളായ 4 പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി കാസർഗോഡ് പോലീസ് സ്റ്റേഷന് മുന്നിലാണ് നിൽക്കുന്നത്. ഇനി ഈ മലയാളികളായ 4 പേരെ കൂടി പുറത്തേക്ക് ഇറക്കാനുണ്ട്. അത് ഉടൻ തന്നെ ഇറക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രജിൻ, ശരി, അരുൺ പാറയ്ക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.